എല്ലാവർക്കും നമസ്കാരം. കേരളം ഇന്ത്യക്കും അതുപോലെ തന്നെ ലോകത്തിനും സമ്മാനിച്ച വ്യത്യസ്തവും നൂതനവുമായിട്ടുള്ള ഒരു പദ്ധതിയാണ് 2010 ആരംഭിച്ച സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് SPC എന്ന പദ്ധതി. സ്കൂൾ തുറന്ന് 8ാം ക്ലാസ്സിലെയും അതുപോലെ തന്നെ +1ലെയും കുട്ടികൾ SPCയിലേക്ക് പ്രവേശനത്തിന് ആഗ്രഹിക്കുന്ന ഒരു കാലം കൂടിയാണ്. അതുകൊണ്ടാണ് സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റിൻ്റെ പദ്ധതിയെക്കുറിച്ചും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചുമുള്ള ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഏതൊരു രക്ഷിതാവിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വപ്നമെന്ന് പറയുന്നത് തൻ്റെ മകനോ മകളോ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയായി തീരണം എന്നുള്ളതാണ്. അതോടൊപ്പം ഏതൊരു അധ്യാപകനും ആഗ്രഹിക്കുന്നത് തൻ്റെ വിദ്യാർത്ഥി ഏറ്റവും ഉന്നതിയിൽ എത്തിച്ചേരണം എന്നുള്ളതായിരിക്കും. അതോടൊപ്പം തന്നെ ഏതൊരു ഭാരതീയനും ആഗ്രഹിക്കുന്നത് ഈ രാജ്യം ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിച്ചേരണം എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ ഒരു പദ്ധതി SPC എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് പദ്ധതി ഒരു സ്വപ്ന പദ്ധതിയായി മാറുന്നത്. പുതിയ തലമുറയെ കാര്യപ്രാപ്തിയും രാജ്യസ്നേഹവും പൗരബോധവും സേവന സന്നദ്ധതയും വളർത്തി ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് SPCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 8ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് SPCയിലേക്ക് പ്രവേശനം. അപൂർവം ചില സ്കൂളുകൾക്കകത്ത് +1ലും ഹയർ സെക്കൻഡറി വിഭാഗത്തിനകത്തും SPC പ്രവർത്തിക്കുന്ന ചില സ്കൂളുകളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 2 വർഷത്തെ പരിശീലനമാണ് സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് പദ്ധതിയിലൂടെ ഒരു കാഡറ്റിന് ലഭിക്കുന്നത്. 22 പേരുള്ള 2 പ്ലാറ്റൂണുകളാണ് ഓരോ സ്കൂളിനകത്തും ഉള്ളത്. ആകെ 44 കുട്ടികൾ, അതിൽ 22 ആൺകുട്ടികൾക്കും 22 പെൺകുട്ടികൾക്കുമാണ് SPCയിൽ പ്രധാനമായിട്ടും പൊതുവെ സെലക്ഷൻ ലഭിക്കുന്നത്. ഇതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എഴുത്തു പരീക്ഷ, അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ്. അതിനകത്ത് വിവിധ കാര്യങ്ങളുണ്ട്. ഫിസിക്കൽ ടെസ്റ്റിനകത്ത് 5ഓ 6ഓ തരത്തിലുള്ള ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു കുട്ടിക്ക് സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് പദ്ധതിയിൽ അവസരം ലഭിക്കുന്നത്. ഇങ്ങനെ ഒരു കുട്ടിക്ക് SPC കാഡറ്റായിട്ട് ഒരു കുട്ടി യൂണിഫോം, അതുപോലെ തന്നെയുള്ള PT ഡ്രസ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ സർക്കാർ സൗജന്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ 2 വർഷത്തെ കാലയളവിൽ കുട്ടികൾക്ക് ലഭിക്കുന്ന അറിവ് അല്ലെങ്കിൽ വിജ്ഞാനത്തിൻ്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള കുറേ മേഖലകൾ ഈ കുട്ടികൾക്ക് സ്വായത്തമാക്കാൻ ഈ കാലയളവിൽ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം തന്നെ മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും ഇത് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, ഫിസിക്കൽ ട്രെയിനിങ്, പരേഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആഴ്ചയിൽ 2 ദിവസം, ബുധൻ ശനി എന്നിങ്ങനെയുള്ള ദിവസങ്ങളിലാണ് പ്രധാനമായിട്ടും ഇത് നൽകുന്നത്. ഇതിന് വലിയ സാമ്പത്തിക ചെലവ് തന്നെ സർക്കാർ തലത്തിൽ വഹിക്കുന്നൊരു പദ്ധതി കൂടിയാണ് ഇത്. അപ്പോൾ അതുകൂടാതെ തന്നെ ഓരോ ടേമിലും ഉള്ള ക്യാമ്പുകൾ, ഇതിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ, ഇതൊക്കെ ഈ കുട്ടിക്ക് നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും, ഒരു വ്യക്തിത്വ വികാസത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ കുട്ടിക്ക് ഈ 2 വർഷത്തിനകത്ത് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പരമപ്രധാനമായിട്ടുള്ള കാര്യം. കാഡറ്റുകൾക്ക് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ലഭിക്കുന്ന അറിവുകളും അനുഭവങ്ങളും അവരുടെ കുടുംബത്തിൽ, അതുപോലെ തന്നെ സ്കൂളിനകത്ത്, ക്ലാസ് റൂമിൽ, ഒപ്പം തന്നെ സമൂഹത്തിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഈ ഓരോ കാഡറ്റിനും ഇതിലൂടെ സാധിക്കുന്നു. അങ്ങനെ ഒരു ചേഞ്ച് ലീഡേഴ്സായിട്ട് ഈ കുട്ടികളെ മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. വി ലേൺ ടു സർവ് എന്ന മോട്ടോയിലൂടെയാണ് SPC 2010 മുതൽ ഈ കഴിഞ്ഞ 15 വർഷത്തെ കാലയളവിൽ കേരളത്തിന് അഭിമാനമായിട്ട് ഉള്ള പദ്ധതിയായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളും വിദേശങ്ങളിൽ നിന്നുൾപ്പെടെ ആളുകൾ ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കുന്നതിന് കേരളത്തിനകത്തേക്ക് എത്തുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പദ്ധതി ഒരു മാതൃകാ പദ്ധതിയായിട്ട് മാറുന്നു.
ഒപ്പം തന്നെ ഇന്ന് സമൂഹത്തിനകത്തുള്ള വിദ്യാർത്ഥികൾക്കിടയിലുള്ള മോശമായിട്ടുള്ള പ്രവണതകൾക്കെതിരെ ഒക്കെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഈ കാഡറ്റുകൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കാലത്ത് പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ തന്നെ സർക്കാർ തലത്തിൽ ലഹരിക്കെതിരെയും അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള ക്യാമ്പസുകളെ മലിനപ്പെടുത്തുന്ന രൂപത്തിലേക്കുള്ള പ്രവണതകൾക്കെതിരെയും ഒക്കെ കുട്ടികളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പരിശീലനം അല്ലെങ്കിൽ അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് SPC എന്ന് പറയുന്ന പദ്ധതിയാണ് എന്നുള്ളതാണ് സർക്കാർ പുതിയതായിട്ട് നോക്കിക്കാണുന്നത്. അങ്ങനെ ഈ പദ്ധതിക്ക് പുതിയ കാലത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യമുണ്ട്. ഒരു കുട്ടി സ്റ്റുഡൻറ് പോലീസ് കാഡറ്റായി മാറുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും അതുപോലെ തന്നെ പഠനകാര്യങ്ങളിലും ഒക്കെ ആ കുട്ടിക്ക് ഏറ്റവും മികച്ചതായിട്ട് മാറാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പുതിയ കാലത്ത് SPCയിലേക്ക് എല്ലാ കുട്ടികളും ആകർഷിക്കപ്പെടുന്നു. അങ്ങനെ ഈ SPC പദ്ധതിയുള്ള സ്കൂളുകൾക്കകത്ത് ഏറ്റവും നല്ല രൂപത്തിലേക്ക് കുട്ടികൾ ഇതിനകത്തേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വരുന്നു എന്നുള്ളത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേരാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ്. വിവരസാങ്കേതിക വിദ്യയുടെ ആധുനിക ഡിജിറ്റൽ ലോകത്തിനകത്ത് ഈ കുട്ടികൾക്ക് സുരക്ഷിതമായി ഇതിൻ്റെ ഉപയോഗം എങ്ങനെ നിയന്ത്രിക്കാം, അതുപോലെ തന്നെ മൊബൈൽ അഡിക്ഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള അറിവുകളും ട്രെയിനിങ്ങുകളും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്നു. ഇത് മറ്റു കുട്ടികളിലേക്ക് പകരാൻ കൂടി ഈ കാഡറ്റുകൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കകത്തും നമ്മുടെ രാജ്യത്തെ ഒന്നാമതായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും അതുപോലെ ചിന്താശേഷിയിലൂടെയും ഒരു കാഡറ്റിന് നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉന്നതിയിലേക്ക് നയിക്കാൻ പാകത്തിലുള്ള മൊഡ്യൂളുകളാണ് ഈ പദ്ധതിയിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇത് ഉള്ള സ്കൂളുകൾക്കകത്ത് മുഴുവൻ കുട്ടികളും SPCയിൽ പങ്കാളികളായിക്കൊണ്ട് അവരുടെ ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റ് നേരത്തെ പറഞ്ഞതുപോലെ ചേഞ്ച് ലീഡേഴ്സായി മാറാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും സാധിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിനകത്തേക്ക് കടന്നു വരുന്ന കുട്ടികളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ എല്ലാവർക്കും ഇതിനകത്ത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ലിമിറ്റഡ് കുട്ടികൾക്കാണ് ഇതിനകത്ത് സെലക്ഷൻ ലഭിക്കുക. ആ സെലക്ഷൻ ക്രൈറ്റീരിയയിൽ നന്നായി പങ്കെടുത്തുകൊണ്ട് സെലക്ഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പഠനത്തിലും അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങിലും ടെസ്റ്റിലും ഒക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു.